പത്രവാർത്തകളുമായി ലിജോ വർഗീസാണ് ചേരുന്നത്. ലിജോ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ പത്രത്തിൽ വന്നിരിക്കുന്ന വാർത്തകൾ, അതിൻ്റെ വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? മിക്കവാറും എല്ലാ പത്രങ്ങളുടെയും തുടക്കത്തിൽ ഞാൻ കണ്ടത് റഫാൽ ഡീലാണ്. എന്താണ് വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ് ഹർഷൻ. ഇന്നലെ പണിമുടക്കായതുകൊണ്ട് തന്നെ പല പത്രങ്ങളുടെയും വലിപ്പത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ കനത്തിൽ കുറവ് വന്നിട്ടുണ്ട്. വാർത്തകളിൽ അത്തരത്തിലുള്ള കുറവുണ്ട്. പക്ഷേ എപ്പോഴും പ്രധാനപ്പെട്ട പല വാർത്തകളും പല പത്രങ്ങളിലായി ചിതറിക്കിടക്കുന്ന പല വ്യത്യസ്തമായ വാർത്തകൾ നമുക്ക് കാണാൻ കഴിയും. മലയാള മനോരമയിൽ ഇന്നത്തെ ഒന്നാമത്തെ വാർത്ത എന്ന് പറയുന്നത് പിഴിയരുത് എന്നുള്ളതാണ്. മിനിമം ബാലൻസ് ബാങ്കുകൾ പിഴ ചുമത്തരുതെന്ന് ശുപാർശ. പാർലമെന്റിന്റെ പെറ്റീഷൻസ് കമ്മിറ്റി ഇടപെട്ടതോടെ 6 ബാങ്കുകൾ പിഴ നിർത്തി എന്നുള്ള വാർത്തയാണ്. നടപടി മലയാളിയുടെ പരാതിയിൽ എന്നുള്ളതാണ്. തിരുവനന്തപുരം വലിയശാല സ്വദേശി പരമേശ്വരൻ കൃഷ്ണരയ്യർ 2024 ഓഗസ്റ്റിൽ ലോക്സഭാ സ്പീക്കർക്ക് നൽകിയ പരാതി പരിഗണിച്ചാണ് മിനിമം ബാലൻസ് പ്രശ്നം പാർലമെന്റിന്റെ പെറ്റീഷൻസ് കമ്മിറ്റി പരിഗണിച്ചത് എന്നുള്ള കാര്യം കൂടി വാർത്തയായി ഇതിൽ വന്നിട്ടുണ്ട്. അതൊരു ആളുകളെ സംബന്ധിച്ച്, നമ്മളെല്ലാവരെയും സംബന്ധിച്ച് വലിയ ഗുണകരമായ ഒരു കാര്യമാണ്. മിനിമം ബാലൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ബാങ്കുകൾ പിഴ ചുമത്തരുതെന്നുള്ള ശുപാർശ. ഒരു വർഷം ബാങ്കുകൾ ഈടാക്കിയത് 4817 കോടി രൂപ. 2024-25 വർഷത്തിൽ ഇത്തരത്തിൽ ബാങ്കുകൾ ഈടാക്കിയത് 4817 കോടി രൂപയാണ് എന്നുള്ള കാര്യം കൂടി മലയാള മനോരമയുടെ ഒന്നാമത്തെ പേജിൽ നിന്ന് കാണാൻ കഴിയും. രണ്ടാമത്തെ മാതൃഭൂമി പത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് ബിഗ് മില്യൺ ഡീൽ എന്ന ഹെഡ്ലൈനോട് കൂടിയുള്ള ഫ്രാൻസുമായി വമ്പൻ പ്രതിരോധ ഇടപാട് എന്നുള്ള വാർത്തയാണ്. 3.60, അതായത് ഏതാണ്ട് 3.5 ലക്ഷം കോടി രൂപയുടെ ഇടപാട്, 3.5 ലക്ഷത്തിന് മുകളിൽ കോടി രൂപയുടെ ഇടപാടാണ്. ഇന്ത്യയിൽ നിർമ്മിക്കും 96 എണ്ണം എന്നുള്ളതാണ്. 114 റഫാൽ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ വാങ്ങും എന്നുള്ള കാര്യങ്ങൾ കൂടി അതിലുണ്ട്. 2312 കോടി രൂപയുടെ ഡോർണിയർ കൂടി വരുന്നുണ്ട്. 8 ഡോർണിയർ 228 വിമാനങ്ങൾക്ക് കൂടിയുള്ള പ്രതിരോധ മന്ത്രാലയം അതിനുള്ള കരാർ കൂടി ഒപ്പിട്ടിട്ടുണ്ട്. അങ്ങനെ വലിയൊരു പ്രതിരോധ കരാറിൽ ഇടപാടാണ് ഫ്രാൻസുമായി ഇരുന്നത്. അതാണ് ബിഗ് ബില്യൺ ഡീൽ എന്ന പേരിൽ മാതൃഭൂമി എന്ന ഒന്നാമത്തെ പേജിൽ ആ വാർത്ത കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. മാധ്യമം പത്രത്തിലെ ഒന്നാമത്തെ പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് കൊടുത്തിരിക്കുന്നത് രാഹുലിൻ്റെ അംഗത്വം റദ്ദാക്കാൻ പ്രമേയം എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ അംഗത്വം റദ്ദാക്കുന്നതിന് വേണ്ടി പ്രമേയം കൊണ്ടുവന്നിരിക്കുന്നു. നിഷികാന്ത് ദുബെയാണ് അത്തരത്തിലൊരു പ്രമേയത്തിന് അത്തരത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് കൂടിയാണ്. വ്യാപാര കരാറിൽ മുഖം നഷ്ടമായ BJP പുതിയ കുതന്ത്രവുമായി രംഗത്ത് എന്ന് മാധ്യമം പറയുന്നു. രാഹുൽ ഗാന്ധിയെ എങ്ങനെയും പൂട്ടാൻ അടവുമായി BJP രാഹുലിൻ്റെ ലോക്സഭാ അംഗത്വം റദ്ദാക്കുന്നതിനുള്ള നീക്കത്തിനാണ് വ്യാഴാഴ്ച ഭരണപക്ഷം തുടക്കമിട്ടത്. ലോക്സഭാ അംഗത്വം റദ്ദാക്കുന്നതിനും ഭാവിയിൽ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നത് വിലക്കുന്നതിനും BJP നേതാവ് നിഷികാന്ത് ദുബെ സ്വതന്ത്ര പ്രമേയത്തിന് നോട്ടീസ് നൽകി എന്നുള്ള വാർത്തയാണ്. സ്വതന്ത്ര പ്രമേയമായിട്ടാണ് പാർട്ടി എന്നതിനപ്പുറത്തേക്ക് ഒരു MP എന്ന നിലയ്ക്ക് സ്വതന്ത്രമായൊരു പ്രമേയം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തയാണ് മാധ്യമം ഇന്ന് ഒന്നാം പേജിൽ പ്രധാനപ്പെട്ട വാർത്തയായി കൊടുത്തിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകളും ഇന്നും പത്രങ്ങളിൽ പ്രധാന തലക്കെട്ടുകളാണ്. കേരള കൗമുദിയിൽ പ്രധാന വാർത്തയായി കൊടുത്തിരിക്കുന്നത് ശബരിമല മണ്ഡലകാലം പണം കട്ട ജീവനക്കാരെ വിജിലൻസ് കുടുക്കും എന്നുള്ളതാണ്. ഗൗരവ വിഷയമെന്ന് ഹൈക്കോടതി. 14.8 ലക്ഷത്തിൻ്റെ മണി ഓർഡർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണാനില്ല എന്നുള്ള കാര്യം കൂടി വെച്ചുകൊണ്ടാണ് ആ വാർത്ത ഇന്ന് ശബരിമല മണ്ഡലകാലവുമായി ബന്ധപ്പെട്ട വാർത്ത കേരള കൗമുദി ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വീക്ഷണത്തിലേക്ക് വരുമ്പോൾ വീക്ഷണം ആഗോള അയ്യപ്പ സംഗമമാണെന്നൊരു പ്രധാനപ്പെട്ട ഹെഡ്ലൈനായി ഉപയോഗിച്ചിരിക്കുന്നത്. അയ്യൻ്റെ പേരും വിറ്റ് കാശാക്കി എന്നുള്ളതാണ് അതിന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. മന്ത്രി വാസവൻ നിയമസഭയിൽ പറഞ്ഞത് പച്ചക്കള്ളം. ആഗോള അയ്യപ്പ സംഗമത്തിൽ കോടികളുടെ അഴിമതി എന്നുള്ള വാർത്ത വീക്ഷണം പത്രത്തിൽ ഒന്നാമത്തെ പേജിൽ ഉണ്ട്. മംഗളത്തിലേക്ക് വരുമ്പോൾ അത് UDF-നെതിരായിട്ടുള്ള വാർത്തയായിട്ടാണ് വരുന്നത്. കൊടിമരത്തിൽ കുരുക്ക് മുറുകി എന്നുള്ളതാണ് മംഗളത്തിൻ്റെ ഇന്നത്തെ ഒന്നാമത്തെ വാർത്തയായി കൊടുത്തിരിക്കുന്നത്. 2017 ദേവസ്വം ബോർഡും പ്രതിക്കൂട്ടിൽ. അജയ് തറയലിനെയും രാഘവനെയും വിജിലൻസ് ചോദ്യം ചെയ്യും. SIT ഫയലുകൾ വിജിലൻസിന് കൈമാറി. കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ഉണ്ടായിട്ടുള്ള ക്രമക്കേടുകളെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ് മംഗളം പത്രം ഒന്നാം പേജിൽ പ്രധാനപ്പെട്ട വാർത്തയായി കൊടുത്തിരിക്കുന്നത്. അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ജന്മഭൂമി ഇന്ന് ഒന്നാം പേജിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് ഊരാളുങ്കലിന് വഴിവിട്ട് ടെൻഡർ എന്നുള്ളതാണ്. അയ്യപ്പ സംഗമത്തിന് വാങ്ങിയ മുന്തിയ കിടക്കകൾ കാണാനില്ല എന്ന വാർത്ത വെച്ചുകൊണ്ടാണ് ജന്മഭൂമി ഇതേ വാർത്ത തന്നെ ഇന്ന് ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും.
ദേശാഭിമാനിയിലും അതോടൊപ്പം തന്നെ ദീപികയിലും ഇന്നലത്തെ പണിമുടക്കുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ട്. അതിൽ ദേശാഭിമാനിയുടെ ഹെഡ്ലൈൻ ഇങ്ങനെയാണ്: രാജ്യം സ്തംഭിച്ചു എന്നുള്ളതാണ്. 30 കോടി പേർ പണിമുടക്കി. മോദി ഭരണത്തിനെതിരെ ജനകീയ മുന്നേറ്റം. കേരളം, പുതുച്ചേരി, അസം, ഒഡീഷ, ജാർഖണ്ഡ്, ത്രിപുര, തമിഴ്നാട്, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ, ഗോവ എന്നിവിടങ്ങളിൽ പൂർണ്ണം. ഡൽഹി വിമാനത്താവളത്തിൽ ജീവനക്കാർ 3 മണിക്കൂർ പണിമുടക്കി. കേരളത്തിൽ സമ്പൂർണ്ണം. അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായി ഡൽഹി ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധം ഉൾപ്പെടെയുള്ള ചിത്രം കൂടി വെച്ചുകൊണ്ടാണ് ദേശാഭിമാനി ഒന്നാമത്തെ പേജിൽ ഈ വാർത്ത വെച്ചിരിക്കുന്നത്. അതിൻ്റെ താഴെ തൊഴിലാളികളോടല്ല കൂറ് BJPയോട് തന്നെ, ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ച് സതീശൻ്റെ ജാഥ എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി അടക്കം ഈ പണിമുടക്കിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നലെ ട്വീറ്റ് ചെയ്തിരുന്നു. അതിനിടയിലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ യാത്ര പോകുന്നതിനെ കൂടി വിമർശിച്ചുകൊണ്ടാണ് ദേശാഭിമാനിയിൽ ആ വാർത്തയുള്ളത്. ദീപികയിലേക്ക് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ് ഈ വാർത്തയെ ട്രീറ്റ് ചെയ്തിരിക്കുന്ന രീതി. അത് മലയാളികളെ ബന്ദികളാക്കുന്ന പണിമുടക്ക് കേരളത്തിന് ആവശ്യമോ എന്നുള്ളതാണ്. സ്വയം നശിപ്പിക്കുന്ന ഈ ശീലം ഉപേക്ഷിക്കാൻ സമയമായെന്ന് ശശി തരൂർ പറഞ്ഞ വാർത്ത. അതോടൊപ്പം തന്നെ പണിമുടക്ക് ബന്ദാക്കി മാറ്റുന്നത് ശരിയാണോ എന്ന് VD സതീശൻ പറഞ്ഞ കാര്യം കൂടി വെച്ചുകൊണ്ട് ദീപികയിലും ആ ഒരു വാർത്ത നമുക്കിന്ന് ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ അത്തരമൊരു വാർത്ത കൂടി നമുക്ക് ഒന്നാം പേജിൽ ഒരു പത്രത്തിൽ കാണാൻ കഴിയും എന്നുള്ളതാണ്. മലയാള മനോരമ ഒന്നാം പേജിൽ മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അത് സ്ഥാനാർത്ഥികളില്ലാത്ത പാർട്ടി CPI കുറിച്ച് CPM എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് നിന്ന് സുജിത് നായർ റിപ്പോർട്ട് ചെയ്യുന്നൊരു വാർത്തയാണ്. PM ശ്രീയിലും CPIക്ക് കുത്ത്. കൊള്ളാവുന്ന സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ കഴിയാത്ത പാർട്ടിയാണ് CPI എന്ന് CPMന്റെ പരിഹാസം. സംസ്ഥാന കമ്മിറ്റിയുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലാണ് ഈ കുത്ത് എന്ന് തുടങ്ങുന്നൊരു വാർത്ത ഒന്നാം പേജിൽ തന്നെ 2 കോളം വാർത്തയായി ഇന്ന് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാതൃഭൂമിയിൽ മറ്റൊരു വാർത്ത കൂടിയുള്ളത് സൗത്ത് ബ്ലോക്കിൽ ഇന്ന് അവസാന മന്ത്രിസഭാ യോഗം എന്നുള്ളതാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് സൗത്ത് ബ്ലോക്കിൽ നിന്ന് സേവാ തീർത്തിലേക്ക് ഇനി ചരിത്ര സ്മാരകമാകും സൗത്ത് ബ്ലോക്ക്. ഇന്ന് 1:30 അവസാനത്തെ യോഗം നടക്കുക എന്ന കാര്യം കൂടി മാതൃഭൂമി അതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എഡിറ്റോറിയലിലേക്ക് വന്നാൽ 2 എഡിറ്റോറിയൽ നിരവധി പത്രങ്ങളിൽ നിന്ന് ഒരേ വിഷയത്തിൽ തന്നെ എഡിറ്റോറിയലുണ്ട്. അതിൽ 2 എഡിറ്റോറിയൽ ഒരേ വിഷയത്തിൽ ഏതാണ്ട് ഒരേ സ്വഭാവത്തിലുള്ള എഡിറ്റോറിയലാണ്. അതൊന്ന് മാതൃഭൂമിയിലുള്ളത് വന്ദേ മാതരം ശ്രുതിഭംഗമാകരുത് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത എഴുതിയിരിക്കുന്നത്. നിലവിലുള്ള തീരുമാനത്തിൽ മാറ്റം വരുത്തേണ്ട ഏതെങ്കിലും സവിശേഷ സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നില്ലെന്നിരിക്കെ, അതായത് വന്ദേ മാതരം എന്ന ഗാനം കൂടുതൽ ഉയർത്തിപ്പാടേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല എന്നിരിക്കെ രാജ്യത്ത് പുതിയ നിർദ്ദേശത്തിന് പിന്നിൽ ഉദ്ദേശശുദ്ധി അത്ര നിഷ്കളങ്കമാണെന്ന് കരുതുക വയ്യ. ദേശീയ പ്രസ്ഥാന നേതാക്കൾ ദീർഘവീക്ഷണത്തോടെ ആലോചിച്ചെടുത്തൊരു തീരുമാനത്തെ നിഷേധിച്ചുള്ളൊരു തീരുമാനത്തിൽ സാങ്കത്യം പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത മാതൃഭൂമി ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് മാധ്യമ പത്രത്തിലും ഇതേ എഡിറ്റോറിയൽ നമുക്ക് കാണാൻ കഴിയും. അത് ഇങ്ങനെയാണ്. മാധ്യമ പത്രത്തിലും വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വന്ദേ മാതരത്തെ ഒന്നാമതാക്കുന്നതിന് പിന്നിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ വന്ദേ മാതരം എന്നത് ദേശീയ ബോധത്തെ വൈകാരികമായി ഉത്തേജിപ്പിച്ച കേവലം ഒരു ഗീതമല്ല, രൂക്ഷമായ കലാപങ്ങളുടെയും മതസാഹോദര്യത്തിനേറ്റ ചരിത്രപരമായ മുറിവുകളുടെയും അടയാളം കൂടിയാണ് എന്നുള്ളതാണ് പറയുന്നത്. വന്ദേ മാതരത്തെ ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് മുൻപ് പാടണമെന്ന നിബന്ധനയിലൂടെ BJP ലക്ഷ്യമിടുന്നത് ഹിന്ദുത്വ ചിഹ്നങ്ങളാൽ സമൃദ്ധമായ സാംസ്കാരിക മേൽക്കോയ്മയാണ്. വന്ദേ മാതരത്തെ വീണ്ടും ഒരു ദേശസ്നേഹ പരീക്ഷണ വസ്തുവാക്കി മാറ്റുകയാണ് അവർ. ഒരു കാലത്ത് ആനന്ദമഠം എന്ന് അത് വില്ലനായി ചിത്രീകരിച്ച മുസ്ലിമിനെ ഇന്ന് സംഘപരിവാർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ ഇന്ത്യയിൽ ശത്രുവും ഇല്ലായ്മ ചെയ്യേണ്ട അപരനുമായി മുദ്രകുത്താൻ ദേശീയ ഗീതം ആലപിക്കാത്തവർ എന്ന ഒറ്റ പ്രചാരണം മതിയാകും എന്ന കാര്യം കൂടിയാണ്. അതായത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വന്ദേ മാതരം കൂടി പാടണമെന്നുള്ള പുതിയ പ്രോട്ടോകോൾ പുറത്തിറക്കുമ്പോൾ അതിന് പിന്നിൽ വേറെ ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്ന് മാധ്യമവും മാതൃഭൂമിയിലും എഡിറ്റോറിയലിൽ ഇന്ന് കാണാം. ജന്മഭൂമിയിൽ എഡിറ്റോറിയലുണ്ട്. നേരെ തിരിച്ച് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ശഠിച്ചതുകൊണ്ട് അന്ന് മുസ്ലിം പ്രീണനത്തിൻ്റെ ഭാഗമായാണ് വന്ദേ മാതരത്തിലെ ആദ്യ 2 സ്റ്റാൻസയ്ക്ക് ശേഷമുള്ളത് ഒഴിവാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജന്മഭൂമിയിലും എഡിറ്റോറിയൽ ഇന്ന് എഴുതിയിരിക്കുന്നത്. അത്തരത്തിൽ വന്ദേ മാതരം മിക്ക പത്രങ്ങളുടെയും എഡിറ്റോറിയലായി കൂടി വന്നിട്ടുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് വീണ്ടും ഹർഷനിലേക്ക് തിരിച്ചു പോവുകയാണ്. നമുക്ക് വീണ്ടും വാർത്തകളിലേക്ക്.